അമേരിക്കയിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയല്ല ഇപ്പോൾ വരുന്നത്. 2025 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യ പടിയായ ഫോം I-130 സമർപ്പിക്കുന്നതിന് ഇപ്പോൾ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കുടുംബ ബന്ധം അനുസരിച്ച് ഈ ഫോം കിട്ടാൻ 17 മാസം മുതൽ 14 വർഷം വരെ എടുത്തേക്കാം. ഈ ഫോം I-130 എന്നത് അമേരിക്കൻ പൗരന്മാർക്കും സ്ഥിരം താമസക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്കയിലേക്ക് വരാൻ യോഗ്യരാണെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രേഖയാണ്. ഈ ഫോം കിട്ടിയാൽ ഉടൻ തന്നെ ഗ്രീൻ കാർഡ് ലഭിക്കില്ല. എങ്കിലും കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടിയാണിത്. ഈ ഫോം അംഗീകരിച്ചില്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വിസയോ താമസാനുമതിയോ ലഭിക്കില്ല. എത്ര കാലമാണ് കാത്തിരിക്കേണ്ടത് എന്നത് ആര് വിസയ്ക്ക് അപേക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അമേരിക്കൻ പൗരന്മാരുടെ അടുത്ത ബന്ധുക്കൾ, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കൾ, 21 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവർക്കാണ് സാധാരണയായി 17 മുതൽ 65 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. ഏകദേശം 72 മുതൽ 156 മാസം വരെയാണ് ഇതിനെടുക്കുന്നത്. സ്ഥിരം താമസക്കാരുടെ കുടുംബാംഗങ്ങൾക്ക്, അതായത് സ്ഥിരം താമസക്കാരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, വിവാഹം കഴിക്കാത്ത കുട്ടികൾക്കും 48 മുതൽ 154.5 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഈ കാലതാമസം വരുന്നത് എന്ന് നോക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത്. ചില വിഭാഗക്കാർക്ക് വർഷാവർഷം നിശ്ചിത എണ്ണം വിസകൾ മാത്രമേ അനുവദിക്കൂ. ഇതൊരു വലിയ ബാക്ക്ലോഗ് ഉണ്ടാക്കുന്നു. കൂടാതെ USCIS സേവന കേന്ദ്രങ്ങളിലെ ജോലിഭാരം, ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്തതോ തെറ്റായതോ ആയ വിവരങ്ങൾ കാരണം ഉണ്ടാകുന്ന റിക്വസ്റ്റ് ഫോർ എവിഡൻസ് എന്നിവയും നടപടികൾ വൈകിപ്പിക്കുന്നു. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് മൊത്തം കാത്തിരിപ്പ് കാലയളവ് പലപ്പോഴും ദശകങ്ങളോളം നീണ്ടുപോകാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കൂടുതൽ കാലതാമസം ഒഴിവാക്കാൻ അപേക്ഷിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ഊഴം ഉറപ്പാക്കാൻ സഹായിക്കും. എല്ലാ രേഖകളും കൃത്യമായി പൂരിപ്പിച്ച് സമർപ്പിക്കുക. തെറ്റായ വിവരങ്ങൾ കാരണം റിക്വസ്റ്റ് ഫോർ എവിഡൻസ് വരുന്നത് ഒഴിവാക്കാം. നിങ്ങളുടെ കേസിന്റെ സ്ഥിതിവിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അറിയിപ്പ് വന്നാൽ ഉടൻ പ്രതികരിക്കുക. നിലവിൽ ഫോം I-130 വേഗത്തിൽ കിട്ടാൻ പ്രീമിയം പ്രോസസ്സിംഗ് പോലുള്ള പണമടച്ചുള്ള സംവിധാനങ്ങൾ ലഭ്യമല്ല. അതിനാൽ കുടുംബങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. സാധാരണയായി പറയുന്നതിലും കൂടുതൽ കാലം നിങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നത് നല്ലതാണ്. അമേരിക്കൻ പൗരന്മാരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, പ്രായപൂർത്തിയാക്കാത്ത കുട്ടികൾ എന്നിവർക്ക് കാര്യങ്ങൾ താരതമ്യേന എളുപ്പമാണ്. ഇവരുടെ അപേക്ഷകൾക്ക് സാധാരണയായി 18 മാസത്തിൽ താഴെ സമയം മതിയാകും. ഒരേ സമയം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതിനാൽ ജോലി ചെയ്യാനുള്ള അനുമതിയും യാത്ര ചെയ്യാനുള്ള സൗകര്യവും കുറഞ്ഞ സമയം കൊണ്ട് ലഭിക്കും. ഇവർക്ക് വിസ ലഭിക്കുന്നതിന് പരിധിയില്ല. കൂടാതെ USCIS ഇതിന് മുൻഗണന നൽകുന്നുമുണ്ട്. എന്നാൽ മറ്റു വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് സ്ഥിതി വ്യത്യസ്തമാണ്. F1, F2A, F2B, F3, F4 എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ വരുന്നവർക്ക് വർഷങ്ങളോ ദശകങ്ങളോ കാത്തിരിക്കേണ്ടി വരും. ഓരോ വർഷവും അനുവദിക്കുന്ന വിസകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണിത്. ഈ വിഭാഗങ്ങളിൽ വരുന്നവർക്ക് I-130 അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ പോലും വിസ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അപേക്ഷ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വിസ കാത്തിരിപ്പിന് വേണ്ടിവരും.